ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. തിരിച്ച് പൗലോസ് ചോദിച്ചു, പിന്നെന്തിനാ നിങ്ങൾ മരണാനന്തര കർമ്മം ചെയ്യുന്നത്? അപ്പോൾ വീണ്ടും പൗലോസിനോടൊരു ചോദ്യം. ശരി ഉപദേശി, യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞങ്ങൾ വിശ്വസിക്കാം, യേശുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞങ്ങൾ വിശ്വസിക്കാം, ഉയർത്തെഴുന്നേക്കും, അതെല്ലാം സമ്മതിക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഒരു ചോദ്യം കൂടെ ഉണ്ട്. എന്താ നിങ്ങളുടെ ചോദ്യം? പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. ശാസ്ത്രീയമായ കൃത്യമായ ബോധ്യമുള്ള ഗൗരവമായ ചോദ്യമാണ്. ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും. കാരണം ഞങ്ങൾക്കിവിടെ ബോസും ഫേബയും ഉണ്ടല്ലോ, അവരോട് ചോദിച്ചാൽ നിങ്ങൾ. ഞങ്ങൾക്ക് ഈ സെമിത്തേരി സെല്ലിൻ്റെ എണ്ണം കുറവാണ്. സെല്ലിൻ്റെ എണ്ണം കുറവാകുമ്പോൾ ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ പേര് പറയാം, നിങ്ങൾക്ക് പേടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ തങ്കച്ചായം മരിക്കുമ്പോൾ തങ്കച്ചായെന്ന് പേരുള്ളവരുണ്ട്, ക്ഷമിച്ചേക്കണം. ഇപ്പോൾ തങ്കച്ചായം മരിക്കുമ്പോൾ ഓടിച്ചെന്ന് പഴയൊരു സെല്ലങ്ങ് പൊട്ടിച്ചു നോക്കും. അതിനകത്തുള്ള മൃതദേഹം ദ്രവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്താണ് അടുത്ത മൃതദേഹം നമ്മൾ അടക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെയാണ് മാറി മാറി ഒരു 50 കൊല്ലമായിട്ട് ഞങ്ങളൊരു 8-10 പേരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒറ്റ സെല്ലിനകത്ത് അടക്കിയിട്ടുണ്ട്. സെല്ലിൻ്റെ എണ്ണം കുറവായതുകൊണ്ടാണ്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആ വായിക്ക് തന്നെ പ്രസംഗിക്കും. കല്ലറകളിലുള്ളവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. അപ്പോൾ ഈ മരിച്ചടക്ക് കൂടാൻ വന്ന സാധാരണക്കാരൻ ചോദിക്കും, പാസ്റ്റർ ഇത് ക്ലീൻ ചെയ്തില്ലായിരുന്നു? ആ ക്ലീൻ ചെയ്തു. എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്തു? ഞങ്ങൾ 5-6 പ്രാവശ്യം ക്ലീൻ ചെയ്തു. പിന്നെ ആര് വരുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നേ കേട്ടോ? പിന്നെ ആര് വരും? ഇതിനകത്ത് നിന്ന് എല്ലായിടത്തും നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങളിത് തുറന്നപ്പോൾ ഇതിനകത്ത് വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല, ഒന്നുമില്ലായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നോ? ചില കല്ലറകൾ മാത്രം അല്പം എല്ലൊക്കെ ഉണ്ടായിരുന്നു. ചിലരുണ്ട് അതുപോലെ തന്നെ ഇരിക്കും. ഞങ്ങൾ ഈ കല്ലറ പൊളിക്കാൻ പോയപ്പം ഞെട്ടിയിട്ടുണ്ട്. അത്യാവശ്യം തൊലിക്കട്ടിയുള്ളവർ അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ നമ്മളതെടുത്ത് അസ്ഥിക്കുഴി ഇടണം. ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ? അപ്പോൾ ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് നമ്മൾ കളയുക. അപ്പം ഇത് അറിയാവുന്ന കൊരിന്തിലുള്ള ആരോണ് ചോദിച്ചത്, നിങ്ങൾ എന്ത് മണ്ടത്തരായി പറയുക? ഏത് ശരീരത്തോടെ വരും? ഇതിനകത്തൊന്നും അവശേഷിക്കുന്നില്ലല്ലോ, ഈ കല്ലറയ്ക്കകത്തൊന്നുമില്ലല്ലോ. അപ്പം നിങ്ങൾ പറയുന്നു മരിച്ചവർ ശരീരത്തോടെ പുനരുത്ഥാനം ചെയ്യുന്ന ഏത് ശരീരം? യുക്തിബോധമുള്ള ശാസ്ത്രബോധമുള്ള പുത്തൻ തലമുറയുടെ ചോദ്യം. അതിന് ശാസ്ത്രീയമായൊരു ചോദ്യമായതുകൊണ്ട് 3 ശാസ്ത്രത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് പൗലോസ് ഉത്തരം പറയുന്നത്. ഒന്നാമത് സസ്യശാസ്ത്രത്തിനകത്തുനിന്ന്, 2 ജന്തുശാസ്ത്രത്തിനകത്തുനിന്ന്, 3 ജ്യോതിശാസ്ത്രത്തിനകത്തുനിന്ന്. 3 ശാസ്ത്രത്തിൻ്റെ അകമ്പടിയോട് ഉത്തരം പറയുക. നിങ്ങൾ 15-ാം അധ്യായം ആ ഭാഗം വായിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്ന ഇങ്ങനെ: മൂഢാ, നീ വിതയ്ക്കുന്നു ചത്തില്ലെങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണി അത്ര വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ ഓരോ വിത്തിനും അതതിൻ്റെ ശരീരം കൊടുക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? നമുക്ക് ഈ ഗോതമ്പ് മണി, നോർത്ത് ഇന്ത്യയിലായിരുന്നു ഗോതമ്പ് മണിയെക്കുറിച്ച് പറയാം. നമ്മൾ കേരളത്തിലായതുകൊണ്ട് ഞാൻ പയറുമണിയെക്കുറിച്ച് പറയാം. നിങ്ങൾ ഗൂഗിളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല വീട്ടിൽ വല്ലതും കൃഷിയും ചെയ്യുന്ന കർഷകരാണെങ്കിൽ, നമ്മളൊരു പയർ വിത്തെടുത്ത് മണ്ണിനകത്തോട്ടിട്ടാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ പരിശോധിച്ചാൽ ആ മുള പൊട്ടി ഇങ്ങ് വരുമ്പോൾ നമ്മൾ ഇട്ട ഈ പയറുമണി പൊട്ടിയിട്ട് അതിനകത്തുനിന്ന് ഒരു പച്ച മുള പതുക്കെ ഈ ഭൂഗുരുത്വാകർഷണ ബലത്തെ പൊട്ടിച്ച് മണ്ണ് കയറി ഇങ്ങനെ വെളിയിലോട്ട് വരും. ഇട്ട പുറന്തോട് പോയെങ്കിലും, ഇട്ട പുറന്തോട് പൊട്ടിയെങ്കിലും അതിനകത്തുനിന്നൊരു മുള പൊട്ടി വരുന്നുണ്ട്. ഇടാത്ത ഒന്ന് അതിനകത്തൊന്നും പൊങ്ങി വരിക. അപ്പോൾ പൗലോസേ 1-ാം നൂറ്റാണ്ടിൽ സഭയോട് പറയും, നിങ്ങൾ വിത്തിനെ ശ്രദ്ധിച്ചില്ലേ? ഇട്ടത് പൊട്ടിയെങ്കിലും മറ്റൊന്ന് അതിനകത്തുനിന്ന് ഉയർന്നു വന്നത് നിങ്ങൾ കണ്ടോ? മൂഢാ, നീ വിതയ്ക്കുന്നു ചത്തെങ്കിലും ഒരു പുതിയ മുള അതിനകത്തുനിന്ന് പൊങ്ങി വന്നു, നീ ശ്രദ്ധിച്ചോ? ആ സസ്യശാസ്ത്രത്തെ വിരൽ ചൂണ്ടിയിട്ട് പൗലോസ് പറഞ്ഞു, വിശുദ്ധന്മാരുടെ കല്ലറയ്ക്കകത്ത് അങ്ങനൊരു അത്ഭുതം സംഭവിക്കാൻ പോവുക. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ ഈ കുറിയ ശരീരം മണ്ണിനകത്ത് മണ്ണോട് മണ്ണായി വളമായി മാറിയാലും അതിനകത്തുനിന്നൊരു വിത്തിനകത്തുനിന്ന് മുള പൊട്ടുന്നത് പോലെ തേജസ്സിൻ്റെ ഒരു ശരീരം മണ്ണിനകത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് ആത്മാവിൽ കാണാൻ എനിക്ക് കഴിയുന്നുണ്ട്. വിത്ത് മണ്ണിന് വളമായി തീർന്നാലും, ഈ ശരീരം മണ്ണിന് വളമായി തീർന്നാലും, തേജസ്സിന്റെ ഒരു ശരീരം ആ മണ്ണിനകത്തുനിന്ന് പൊങ്ങി വരുമെന്ന് 2000 വർഷങ്ങൾക്ക് മുൻപ് അപ്പോസ്തലൻ തെളിയിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു,